രമേശ് ചെന്നിത്തലയെ വെട്ടാൻ കഴിയുമോ വി.ഡി. സതീശന്? കീഴടങ്ങുമോ വി.ഡി. സതീശൻ? പിന്മാറുമോ രമേശ് ചെന്നിത്തല? ഇതാണ് ഇനി അറിയാനുള്ളത്. എല്ലാം ഞാൻ തീരുമാനിക്കും, ഞാനാണ് മുഖ്യമന്ത്രി. എന്നോട് ആലോചിക്കാതെ എന്തെങ്കിലും തീരുമാനം ആരെങ്കിലും എടുത്താൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നിലപാട്. എത്ര മുതിർന്ന നേതാവായാലും അംഗീകരിക്കുകയേയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി ലഭിച്ചില്ല. മറ്റു പല കാരണങ്ങളുമുണ്ട്. അദ്ദേഹം മന്ത്രിയായി ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് നൽകി. ആഭ്യന്തര വകുപ്പ് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ട് തൂഫാൻ, ലഹരിക്കെതിരെയുള്ള വലിയ നീക്കം. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചയാകുന്നു, ജനങ്ങളുടെ കയ്യടി നേടുന്നു. തൂഫാൻ പദ്ധതിയെ പ്രശംസിച്ച് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നതും നാം കണ്ടതാണ്. വകുപ്പിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് ഒരു ഉപദേഷ്ടാവ് വേണം എന്ന് രമേശ് ചെന്നിത്തല തീരുമാനിക്കുന്നു. മുൻ DGP ഹേമചന്ദ്രനെ നിയമിക്കുന്നു ഉപദേഷ്ടാവായി. പക്ഷേ ഇതുവരെ അംഗീകാരം നൽകിയില്ല മുഖ്യമന്ത്രി. മാസങ്ങളായി ഹേമേന്ദ്രനെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായി നിയമിക്കാൻ ശുപാർശ നൽകി ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെ അംഗീകരിച്ചില്ല ശരി തന്നെ. പക്ഷേ ഹേമചന്ദ്രൻ ഇപ്പോൾ ഉപദേഷ്ടാവായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. രഹസ്യാന്വേഷണ വിവരങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നു. കേസന്വേഷണത്തിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു. അങ്ങനെ പദവി ലഭിക്കും എന്ന് കരുതുന്ന ആൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്? പോലീസ് സേനയിൽ അത് ചർച്ചയായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രി പക്ഷേ ഹേമചന്ദ്രനെ ഉപദേഷ്ടാവായി, ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായി അംഗീകരിക്കാൻ തയ്യാറല്ല. അതൃപ്തി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. കൂസലില്ല മുഖ്യമന്ത്രിക്ക്, നടക്കില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. നേരത്തെ KC വേണുഗോപാലിനെ വെട്ടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു വി.ഡി. സതീശൻ. KC വേണുഗോപാൽ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന വ്യക്തി. KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ ശരത് ചന്ദ്രൻ. അദ്ദേഹത്തെ ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെന്ന് ബിന്ദു കൃഷ്ണ തന്നെ ആവശ്യപ്പെടുന്നു. അതിന് അംഗീകാരം നൽകിയില്ല മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പിടിച്ചു വെച്ചു 3 മാസത്തോളം. അവസാനം അംഗീകാരം നൽകി. ശരത്ചന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ബിന്ദു കൃഷ്ണയുടെ. കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് ഇറങ്ങിയത്. മാസങ്ങളോളം പിടിച്ചു വെച്ചു, തീരുമാനമെടുക്കാതെ മാറ്റി വെച്ചു. കാരണം KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആൾ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല വി.ഡി. സതീശന്. അതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഞാനാണ്, ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ, അതിലാരും ഇടപെടേണ്ട എന്ന സന്ദേശം KC വേണുഗോപാലിന് നൽകുക, അതായിരുന്നു വി.ഡി. സതീശൻ്റെ ഉദ്ദേശം. പക്ഷെ ബിന്ദു കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു മാറ്റവും വരുത്തിയില്ല. തീരുമാനം മാറ്റാൻ അവർ തയ്യാറായില്ല. അവർ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവസാനം KCക്ക് മുന്നിൽ വി.ഡി. സതീശന് മുട്ടുമടക്കേണ്ടി വന്നു. ശരത്ചന്ദ്രനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ ബിന്ദു കൃഷ്ണയ്ക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹേമചന്ദ്രൻ്റെ കാര്യമാണ്. വളരെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഹേമചന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉപദേഷ്ടാവാണ്. ആഭ്യന്തര വകുപ്പ് എങ്ങനെ ചലിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു, രഹസ്യാന്വേഷണ വിവരങ്ങൾ പരിശോധിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ഉപദേഷ്ടാവിൻ്റെ പദവി ഔദ്യോഗികമായി നൽകിയില്ല. പക്ഷേ അദ്ദേഹം ഉപദേഷ്ടാവായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ എന്ന ചോദ്യമാണ് പോലീസ് സേനയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ അനുമതി നൽകാത്തത്, അംഗീകാരം നൽകാത്തത് ഹേമചന്ദ്രനെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായി നിയമിക്കുന്നതിൽ? രമേശ് ചെന്നിത്തല അങ്ങനെ ആളാവേണ്ട. എന്നോട് ചോദിക്കാതെ സുപ്രധാനമായൊരു പോസ്റ്റ് അത് രമേശ് ചെന്നിത്തലയായാലും, രമേശ് ചെന്നിത്തല എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്, എൻ്റെ ഗുരുനാഥനെ പോലെയാണ് എന്നൊക്കെയാണ് വി.ഡി. സതീശൻ പറയാറുള്ളത് പരസ്യമായി. പക്ഷെ ഇവിടെ ഞാനാണ് മുഖ്യമന്ത്രി.
രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവായിരിക്കും, അദ്ദേഹം പ്രവർത്തക സമിതി അംഗമായിരിക്കും. പക്ഷെ അതൊന്നും ഇവിടെ കാര്യമില്ല. മുഖ്യമന്ത്രി ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എന്നോട് ആലോചിക്കാതെ അത്തരമൊരു തീരുമാനമെടുത്തത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് വി ഡി സതീശൻ്റെ നിലപാട്. എന്തായിരിക്കും രമേശ് ചെന്നിത്തലയുടെ നിലപാട്? ഉറച്ചു നിൽക്കുമോ അദ്ദേഹം? ഇനി പുറകോട്ട് പോകാൻ കഴിയുമോ അദ്ദേഹത്തിന്? കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കേരളത്തിലെ അവസാന വാക്ക്, കോൺഗ്രസിലെ അവസാന വാക്ക്, സർക്കാരിൻ്റെ അവസാന വാക്ക് ഞാനാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക, അതാണ് വി ഡി സതീശൻ്റെ ആവശ്യം. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കെ സി വേണുഗോപാലിനെ വെട്ടാൻ ഒരു ശ്രമം നടത്തി, പക്ഷെ നടന്നില്ല. അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. രമേശ് ചെന്നിത്തലയെ വെട്ടാൻ കഴിയുമോ വി ഡി സതീശന്? കീഴടങ്ങുമോ വി ഡി സതീശൻ? പിന്മാറുമോ രമേശ് ചെന്നിത്തല? ഇതാണ് ഇനി അറിയാനുള്ളത്.